ഈ ഭൂമുഖത്തു നിന്നും മനുഷ്യരാശിയെ ഒന്നടങ്കം തുടച്ചു നീക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ജെയിംസ് ബോണ്ട് മൂവി സ്റ്റൈലിൽ വില്ലനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു ആയുധം നമ്മൾ തന്നെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു സാമ്പിള് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ശരിയായ സ്കെയിലിൽ ഉപയോഗിച്ചാൽ മനുഷ്യൻ മാത്രമല്ല, ഭൂമുഖത്തുള്ള നല്ലൊരു ശതമാനം ജീവികളും അതോടൊപ്പം നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഡൂംസ് ഡേ വെപ്പൺ എന്നാണ് ഈ ആയുധം അറിയപ്പെടുന്നത്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനെ കുറിച്ചുള്ള ഈ കൗണ്ട് ഡൗൺ സീരീസിലെ 5 വെപ്പൺസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ബാക്കിയുള്ള 5 വെപ്പൺസിൽ ചിലതൊക്കെ ശരിക്കും ഡേർട്ടി ബോംബ്സ് ആണ്. പക്ഷേ നമ്പർ 1 സ്ഥാനത്തുള്ള വെപ്പണാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും എക്സ്പ്ലോസീവ് കപ്പാസിറ്റി ഉള്ള വെപ്പൺ. കാരണം അതിലുപയോഗിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തുവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവെ ന്യൂക്ലിയർ വെപ്പൺ എന്ന പേര് കേൾക്കുമ്പോൾ അതൊരൊറ്റ ടൈപ്പ് വെപ്പണിന്റെ പേരാണ് എന്നാണ് ആദ്യം വിചാരിക്കുക. പക്ഷേ ന്യൂക്ലിയർ വെപ്പൺ എന്നത് ഒരു കാറ്റഗറി ഓഫ് വെപ്പൺസിന്റെ പേരാണ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ടൈപ്പ് വെപ്പൺസ് ഉണ്ട്. അതിൽ തന്നെ ഫിഷൻ ബോംബ്, ഫ്യൂഷൻ ബോംബ്, 3 സ്റ്റേജ് ബോംബ് എന്നിങ്ങനെ 3 ടൈപ്പ് ബോംബുകൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന 5 വെപ്പൺസിലെ 4 എണ്ണത്തിന്റെ എനർജി സോഴ്സ് ന്യൂക്ലിയർ റിയാക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ആ വീഡിയോയിൽ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ഷന്റെ ചില ആസ്പെക്ട്സ് ഈ വീഡിയോയിൽ ഉപയോഗത്തിൽ വരുന്നുണ്ട്. നമുക്ക് കൗണ്ട് ഡൗൺ കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷന്റെ ഒരു പ്രധാന ബൈ പ്രോഡക്റ്റ് ഫ്രീ ന്യൂട്രോൺസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഫ്രീ ന്യൂട്രോൺസ് ഉപയോഗിച്ചാണ് ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ വെപ്പണിലെ 3rd സ്റ്റേജ് ഫിഷൻ റിയാക്ഷൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ശരിയായി ഉപയോഗിച്ചാൽ ഈ ഫ്രീ ന്യൂട്രോൺസിനെ തന്നെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം. അതാണ് ഒരു ന്യൂട്രോൺ ബോംബിൽ സംഭവിക്കുന്നത്. ന്യൂട്രോണുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവയെ അത്ര പെട്ടെന്നൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് സാധാരണ ശക്തമായ റേഡിയേഷൻ തടയാൻ ലെഡ് പോലെയുള്ള ഹെവി എലമെന്റ്സ് കൊണ്ടുണ്ടാക്കിയ ഷീൽഡോ അല്ലെങ്കിൽ വളരെയധികം തിക്നെസ് ഉള്ള കോൺക്രീറ്റോ ഒക്കെയാണ് ഉപയോഗിക്കുക. അതിശക്തമായ ഗാമ റേഡിയേഷന് വരെ ഇത്തരം ഷീൽഡുകൾ തടയും. പക്ഷേ അവയ്ക്കൊന്നും ന്യൂട്രോണിനെ തടയാൻ കഴിയില്ല. അതിന് രസകരമായ ഒരു കാരണമുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും ഉള്ളിലെ 99.99% ശൂന്യമായ സ്ഥലമാണെന്ന് ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിരുന്നു. അതായത് നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ഒരു ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റും കറങ്ങുന്ന കുറെ ഇലക്ട്രോൺസും ഉണ്ട്. അതിൽ ഈ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഏരിയയാണ് ഒരു ആറ്റത്തിന്റെ വലുപ്പമായിട്ട് കണക്കാക്കുന്നത്. ആ വലുപ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ നടുക്കുള്ള ന്യൂക്ലിയസ് വളരെ വളരെ ചെറുതാണ്. ഒരു ആറ്റത്തിന്റെ വലുപ്പം, അതായത് അതിലെ ഇലക്ട്രോൺസ് കറങ്ങുന്ന ഏരിയയുടെ വലുപ്പം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് അത്രയ്ക്ക് ഉണ്ടെന്ന് കണക്കാക്കിയാൽ ആ സ്റ്റേഡിയത്തിന്റെ നടുക്കിരിക്കുന്ന ഒരു കപ്പലണ്ടിയുടെ വലുപ്പമേ അതിന്റെ ന്യൂക്ലിയസിന് ഉണ്ടാവൂ. ബാക്കിയുള്ള ഇത്രയും വലിയ ഏരിയയിലൂടെ ഏതാനും ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ആ ഏരിയ മുഴുവനും എംപ്റ്റി സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഒരു ആറ്റത്തിനകത്ത് കൂടുതലും എംപ്റ്റി സ്പേസ് ആണ് ഉള്ളത് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ആറ്റത്തിനകത്തെ ഈ എംപ്റ്റി സ്പേസിൽ സദാസമയവും ഇലക്ട്രോൺസിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ ഏരിയ മുഴുവനും ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് അനുഭവപ്പെടും. ഈ ഒരു ഏരിയയിലേക്ക് മറ്റൊരു ആറ്റം കടന്നു ചെല്ലാൻ ശ്രമിച്ചാൽ രണ്ടിന്റെയും നെഗറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു ആറ്റത്തിനകത്തെ എംപ്റ്റി സ്പേസിലേക്ക് മറ്റൊരു ആറ്റം ഇടിച്ചു കയറില്ല. മറ്റു ആറ്റംസ് മാത്രമല്ല, ഇലക്ട്രോണിന്റെ ഈ നെഗറ്റീവ് ചാർജ് പ്രകാശവുമായും ഇന്ററാക്ട് ചെയ്യും. കാരണം പ്രകാശം എന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് കൂടുതലും എംപ്റ്റി സ്പേസ് ആണെങ്കിലും ആ എംപ്റ്റി സ്പേസിലൂടെ ഒന്നും അത്ര എളുപ്പം കടന്നു പോവില്ല. പക്ഷേ ഫ്രീ ന്യൂട്രോൺസിന്റെ കാര്യം അങ്ങനെയല്ല. ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് ചാർജ് ന്യൂട്രോൺസിന് അനുഭവപ്പെടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ എംപ്റ്റി സ്പേസ് തന്നെയാണ്. കോൺക്രീറ്റോ ലെഡോ ഒക്കെ പോലെയുള്ള ഒരു സോളിഡ് ഒബ്ജക്റ്റ് എടുത്താൽ അതിലെ ആറ്റംസ് ഒക്കെ അടുത്തടുത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ പ്രകാശത്തിന് പോലും തടസ്സം അനുഭവപ്പെടും. എന്നാൽ ഒരു ന്യൂട്രോൺ അതിലേക്ക് നോക്കിയാൽ കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയ്ക്ക് അകലത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറെ ന്യൂക്ലിയസുകളെ മാത്രമാണ്. ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഏരിയ എംപ്റ്റി സ്പേസ് ആയിട്ടാണ് അതിനനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ അത്തരം സോളിഡ് ഒബ്ജക്ട്സിനകത്തൂടെ ന്യൂട്രോൺസ് ഈസി ആയിട്ട് കടന്നു പോകും. എന്നുവെച്ച് ന്യൂട്രോൺസ് പദാർത്ഥങ്ങളുമായി ഇന്ററാക്ട് ചെയ്യില്ല എന്നല്ല, അവ കടന്നു പോകുന്ന വഴിക്കുള്ള ന്യൂക്ലിയസുകളുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യും.
പക്ഷേ അത്തരം ഇൻട്രാക്ഷൻസ് നടക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഒരുപാട് ദൂരം പദാർത്ഥങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നുപോയി കഴിയുമ്പോൾ മാത്രമാണ് ന്യൂട്രോൺസ് സ്റ്റോപ്പ് ആവുന്നത്. ന്യൂട്രോണിൻ്റെ ഈ അഡ്വാൻറ്റേജ് ആണ് ന്യൂട്രോൺ ബോംബുകളിൽ ഉപയോഗത്തിൽ വരുന്നത്. ശത്രു ഒരു ബങ്കറിനുള്ളിലോ ടാങ്ക് പോലെയുള്ള കവചിത വാഹനത്തിനുള്ളിലോ ഒളിച്ചിരുന്നാൽ പോലും ന്യൂട്രോൺസ് അവിടെയൊക്കെ പെനട്രേറ്റ് ചെയ്തെത്തും. ന്യൂട്രോൺസ് നമ്മുടെ ശരീരത്തിനുള്ളിലൂടെയും ഈസി ആയിട്ട് കടന്നു പോകും. പക്ഷേ ഒരുപാട് ന്യൂട്രോൺസ് ശരീരത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ അവയിൽ ചിലത് എന്തായാലും ശരീരത്തിലെ ആറ്റംസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. ഇത് ശരീരത്തിൽ റേഡിയേഷൻ ഡാമേജ് ഉണ്ടാക്കും. മാത്രമല്ല ന്യൂട്രോൺസ് കടന്നു പോകുന്ന വഴിക്ക് ഇൻറ്ററാക്ട് ചെയ്യുന്ന മറ്റു പല മൂലകങ്ങളെയും അത് താൽക്കാലികമായിട്ട് റേഡിയോ ആക്റ്റീവാക്കി മാറ്റും. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സാധാരണ വസ്തുക്കളും ഈവൻ നമ്മുടെ ശരീരത്തിലെ ചില ആറ്റംസ് പോലും റേഡിയോ ആക്റ്റീവായി മാറും. ആ സെക്കൻഡറി റേഡിയോ ആക്ടിവിറ്റി മൂലവും നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രോൺ ബോംബ് ഉണ്ടാക്കുന്ന ഡാമേജ് കൂടുതലും റേഡിയേഷൻ ഡാമേജ് ആണ്, അല്ലാതെ എക്സ്പ്ലോസീവ് ഡാമേജ് അല്ല. ഒരു നോർമൽ ഹൈഡ്രജൻ ബോംബിന്റെ എക്സ്പ്ലോസീവ് ഫീൽഡ് പരമാവധി കുറച്ച് അതിന്റെ ന്യൂട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി മാക്സിമം കൂട്ടുമ്പോഴാണ് അതിനെ ന്യൂട്രോൺ ബോംബ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി കെട്ടിടങ്ങൾക്കും മറ്റ് സ്ഥാവര വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ഡാമേജ് പരമാവധി കുറയ്ക്കുകയും എന്നാൽ മനുഷ്യനടക്കമുള്ള ജീവനുള്ള വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് മാക്സിമം കൂട്ടുകയും ചെയ്യാൻ കഴിയും. ഇത്തരത്തിലുണ്ടാകുന്ന റേഡിയേഷൻ വഴി ഇൻസ്റ്റന്റേനിയസ് ഡെത്ത് സംഭവിച്ചുകൊള്ളുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്കോ 1-2 ദിവസങ്ങൾക്കോ ശേഷമായിരിക്കും മരണം സംഭവിക്കുക. ഒരു ന്യൂട്രോൺ ബോംബിനകത്ത് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ സ്റ്റേജ് വളരെ ചെറുതായിരിക്കും എന്നുള്ളതുകൊണ്ട് അതുമൂലമുള്ള റേഡിയോ ആക്റ്റീവ് ഫോളോ ഔട്ട് വളരെ കുറവായിരിക്കും. ന്യൂട്രോൺ ഉണ്ടാക്കുന്ന സെക്കൻഡറി റേഡിയേഷൻ്റെ എഫക്റ്റുകളും ഏതാനും ആഴ്ചകളെ നീണ്ടു നിൽക്കൂ. അതുകൊണ്ട് ഒരു മിലിറ്ററി ബേസിലോ ഒരു കൊച്ചു ടൗണിലോ ന്യൂട്രോൺ ബോംബ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ആ ഏരിയ ഒക്യുപ്പൈ ചെയ്യാൻ ബോംബ് ഉപയോഗിച്ച രാജ്യത്തിൻ്റെ സൈന്യത്തിന് കഴിയും. അവിടുത്തെ ആളുകൾ മരിച്ചിട്ടുണ്ടാവും, എന്നാൽ സാധന സാമഗ്രികൾക്ക് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവില്ല. കോൾഡ് വാർ സമയത്ത് ഇത്തരത്തിലുള്ള ന്യൂട്രോൺ ബോംബുകൾ ഉണ്ടാക്കുകയും പരീക്ഷിക്കുകയും സ്റ്റോക്ക് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അവയെയൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന്റെ കൂട്ടത്തിലെ ഏറ്റവും ഡേർട്ടി ബോംബ് അഥവാ വൃത്തികെട്ട ബോംബാണ് കോബാൾട്ട് ബോംബ്. സോൾട്ടഡ് ബോംബ്സ് എന്നൊരു കാറ്റഗറിയിൽ പെടുന്ന ബോംബാണിത്. ന്യൂക്ലിയർ ബോംബുകളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അവ ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫോൾ ഔട്ട് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ന്യൂക്ലിയർ ഫോൾ ഔട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുക എന്നതാണ് ബോംബ് ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യമെങ്കിലോ അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സോൾട്ടഡ് ബോംബുകൾ. അതായത് ഫ്യൂഷൻ റിയാക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഫ്രീ ന്യൂട്രോൺസ് ഉപയോഗിച്ച് വീണ്ടും ഫിഷൻ നടക്കാൻ വേണ്ടി 3 സ്റ്റേജ് ബോംബുകളിൽ യുറാനിയം ടാമ്പർ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ യുറാനിയം ടാമ്പറിന് പകരം ഈ അധിക ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്ത ശേഷം അത്യന്തം റേഡിയോ ആക്റ്റീവായി മാറുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് ടാമ്പറായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് സോൾട്ടഡ് ബോംബ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ സിങ്ക് 64, ടാൻഡാലം 181, സോഡിയം 23 മുതലായ എലമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും മാക്സിമം റേഡിയോ ആക്റ്റീവ് എഫക്റ്റ് കിട്ടുന്നത് കോബാൾട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. അതിനെയാണ് കോബാൾട്ട് ബോംബ് എന്ന് വിളിക്കുന്നത്. ബോംബിന്റെ ടാമ്പറായിട്ട് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കോബാൾട്ട് അഥവാ കോബാൾട്ട് 59 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്ത ശേഷം അത് കോബാൾട്ട് 60 എന്ന ഐസോട്ടോപ്പായി മാറും. കോബാൾട്ട് 60 എന്നത് വളരെ ശക്തമായ ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. ബോംബ് പൊട്ടുന്നതോടുകൂടി അത് വേപ്പറൈസ് ആവുകയും ഒരു വലിയ ഏരിയയിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും. കോബാൾട്ട് 60യുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വളരെ ചെറിയ അളവിൽ പോലും അത്യന്തം മാരകമായ റേഡിയോ ആക്റ്റീവ് എഫക്ട്സ് ഉണ്ടാക്കും എന്നുള്ളതാണ്. 1 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ മാരകമായ റേഡിയോ ആക്ടിവിറ്റി പരത്താൻ 1 ഗ്രാം കോബാൾട്ട് 60 ഉണ്ടായാൽ മതി. ആ 1 ഗ്രാം കോബാൾട്ട് 60 മൂലം ഉണ്ടാകുന്ന റേഡിയേഷന് വെറും 15 മിനിറ്റ് നേരം എക്സ്പോസ്ഡ് ആയാൽ തന്നെ ആ പ്രദേശത്തുള്ളവർ മുഴുവനും മരിച്ചു പോവും. മാത്രമല്ല അതുണ്ടാക്കുന്ന റേഡിയേഷൻ എഫക്റ്റ് സേഫ് ലെവലിലേക്ക് കുറയാൻ ചുരുങ്ങിയത് 125 വർഷമെങ്കിലും എടുക്കും. അതായത് ആ ഏരിയയിലേക്ക് അടുത്ത ഒരുപാട് നാളത്തേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പോലും കഴിയില്ല എന്നർത്ഥം. അത്രയ്ക്ക് പവർഫുൾ റേഡിയേഷൻ എഫക്റ്റാണ് കോബാൾട്ട് 60ക്കുള്ളത്. ഭൂമിയുടെ ആകെ സർഫസ് ഏരിയ 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. അത്രയും ഏരിയ മുഴുവനും 1 സ്ക്വയർ കിലോമീറ്ററിന് 1 ഗ്രാം എന്ന തോതിൽ കോബാൾട്ട് 60 പരത്തണം എന്നുണ്ടെങ്കിൽ വെറും 510 ടൺ കോബാൾട്ട് ഉണ്ടായാൽ മതി. അതായത് തിയററ്റിക്കലി കോബാൾട്ട് ബോംബ് ഉപയോഗിച്ച് മനുഷ്യരാശിയെ അങ്ങനെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. മനുഷ്യരാശി മാത്രമല്ല മറ്റൊരുപാട് സ്പീഷീസിൽ പെടുന്ന ജീവികളും അതോടുകൂടി തന്നെ ഇല്ലാതാവും.
ഇനി പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ബോംബ് കൊണ്ട് ഇത്രയും അധികം കോബാൾട്ടിനെ ഭൂമി മുഴുവനും പരത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ മൾട്ടിപ്പിൾ ബോംബുകൾ ഉപയോഗിച്ചാൽ അതും സാധിക്കും. അതുകൊണ്ടാണ് കോബാൾട്ട് ബോംബിനെ ഡൂംസ് ഡേ വെപ്പൺ എന്ന് വിളിക്കുന്നത്. ഒഫീഷ്യൽ കണക്കനുസരിച്ച് ഒരു ന്യൂക്ലിയർ ശക്തിയും കോബാൾട്ട് ബോംബുകൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്നില്ല. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ടെക്നോളജി പലരുടെയും കയ്യിൽ അവൈലബിൾ ആണ്. ഹാഫ്നിയം ബോംബ് ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ന്യൂക്ലിയർ ഫിഷനോ ന്യൂക്ലിയർ ഫ്യൂഷനോ അല്ല ഇതിൻ്റെ എനർജി സോഴ്സ്. മറ്റൊരു തരം ന്യൂക്ലിയർ റിയാക്ഷനാണ്. ഒരു ആറ്റം ഏതെങ്കിലും രീതിയിൽ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ പ്രകാശം പുറത്തുവിടും എന്ന് മുന്നത്തെ ചില വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാകുന്നതിനെ കുറിച്ചാണ്. ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റും നോർമൽ സ്റ്റേറ്റും തമ്മിലുള്ള എനർജി വ്യത്യാസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിസിബിൾ പ്രകാശവും അൾട്രാവയലറ്റ് പ്രകാശവും ഒക്കെയാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അത്തരം എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനും സാധ്യമാണ്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എനർജി വളരെ കൂടുതലാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ന്യൂക്ലിയസ് നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഗാമ റേഡിയേഷൻ പോലെയുള്ള ശക്തമായ റേഡിയേഷനാണ് പുറത്തു വരിക. ഇത്തരം ന്യൂക്ലിയസിൽ നിന്നും റേഡിയേഷൻ്റെ രൂപത്തിൽ ഊർജ്ജം പുറത്തു വരുന്നതിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ഇതൊരു റാൻഡം പ്രോസസ്സാണ്. അതായത് നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെ എല്ലാ ആറ്റംസിൻ്റെയും ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ അവ ഓരോന്നും എപ്പോൾ റേഡിയേഷൻ പുറത്തുവിട്ട് നോർമൽ സ്റ്റേറ്റിലേക്ക് വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ ആ 1 കിലോഗ്രാം മെറ്റീരിയലിലെ എല്ലാ ആറ്റംസിൻ്റെയും ന്യൂക്ലിയസിനെ ഒരൊറ്റ അടിക്ക് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ അതുവഴി റിലീസ് ചെയ്യപ്പെടുന്നത് വളരെ വലിയ ഊർജ്ജമായിരിക്കും. അത്രയും ഊർജ്ജം ഒന്നിച്ച് റിലീസ് ചെയ്താൽ അതൊരു പൊട്ടിത്തെറിയിൽ കലാശിക്കും. അതാണ് ഒരു ഹാഫ്നിയം ബോംബിൻ്റെ കോൺസെപ്റ്റ്. ലേസർ പ്രകാശത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നൊരു കോൺസെപ്റ്റ് കണ്ടിരുന്നു. അതായത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ അതിലേക്ക് അതേ ഫ്രീക്വൻസിയുള്ള ഒരു ഫോട്ടോൺ അയച്ചാൽ മതി. എന്ന് പറഞ്ഞ പോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂക്ലിയസിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ അതിലേക്ക് അതേ ഫ്രീക്വൻസിയിലുള്ള ഗാമ പ്രകാശം അടിച്ചാൽ മതി. ഹാഫ്നിയം എന്നത് ഒരു മൂലകമാണ്. നാച്ചുറലി എക്സിസ്റ്റിംഗ് ഹാഫ്നിയം സ്റ്റേബിൾ ആണ്. എന്നാൽ ഹാഫ്നിയത്തിന് HF178M2 എന്ന് വിളിക്കുന്ന ഒരു മെറ്റാ സ്റ്റേബിൾ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ അതിൻ്റെ ഓരോ ന്യൂക്ലിയസിനകത്തും 2.4 MeV എനർജി എക്സസ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെറ്റാ സ്റ്റേബിൾ അവസ്ഥയിലുള്ള ഹാഫ്നിയം ന്യൂക്ലിയസുകളെ ഏതെങ്കിലും രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന 2.4 MeV എനർജി ഒന്നിച്ച് റിലീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു പൊട്ടിത്തെറിയിൽ കലാശിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെറ്റാ സ്റ്റേബിൾ അവസ്ഥയിലുള്ള ഹാഫ്നിയം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല. പാർട്ടിക്കിൾ ആക്സലറേറ്ററുകൾ ഉപയോഗിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. അത് വളരെ കോസ്റ്റ്ലിയാണ്. മാത്രമല്ല ഹാഫ്നിയത്തിൽ ചെറിയ തോതിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ സാധ്യമായിട്ടുണ്ടെങ്കിലും ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കാൻ മാത്രമുള്ള സ്കെയിലിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടത്താനുള്ള ടെക്നോളജി ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാഫ്നിയം ബോംബ് എന്നത് ഇന്നും ഒരു കോൺസെപ്റ്റ് മാത്രമാണ്, യാഥാർത്ഥ്യമായിട്ടില്ല. ന്യൂക്ലിയർ EMP എന്നത് ഒരു ന്യൂക്ലിയർ വെപ്പൺ തന്നെയാണ്. പക്ഷേ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ എക്സ്പ്ലോസീവ് പവറോ റേഡിയോ ആക്റ്റീവ് ഫോളോട്ടോ അല്ല ഇവിടെ നാശം വിതയ്ക്കുന്നത്. വളരെ ശക്തമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉണ്ടാക്കാനാണ് ഇവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസാണ്. അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തുക. അവിടെ അന്തരീക്ഷത്തിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ മൂലം ഉണ്ടാകുന്ന ഗാമ റേസ് ഒരുപാട് ദൂരം സഞ്ചരിക്കും. ആ ഗാമ റേസ് അന്തരീക്ഷ വായുവിലെ ആറ്റംസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ആ ആറ്റംസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് രൂപപ്പെടും. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ കീ പോയിന്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗതയിലാണ്. അതേ വേഗതയിൽ തന്നെയാണ് ഗാമ റേസും സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗാമ റേസ് കൂടുതൽ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ചെറിയ ചെറിയ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ തൊട്ടു പിറകിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുമായിട്ട് ആഡ് ആവും. അങ്ങനെ ഈ കൊച്ചു പൾസുകൾ അക്യുമുലേറ്റ് ആയിട്ട് വരും. അത് വളരെ ശക്തവും കോൺസെൻട്രേറ്റഡുമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസിനെയാണ് ന്യൂക്ലിയർ EMP എന്ന് വിളിക്കുന്നത്. ആ EMP ഭൂമിയുടെ സർഫസിൽ എത്തുമ്പോഴാണ് ഡാമേജ് ഉണ്ടാകുന്നത്.
ഒരു രാജ്യത്തെ മുഴുവനും ശിലായുഗത്തിലേക്ക് തള്ളിവിടാൻ കഴിവുള്ള ആയുധമാണ് ന്യൂക്ലിയർ EMP. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലായതുകൊണ്ടും അവിടെ എയറിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ടും എക്സ്പ്ലോഷന്റെ ഷോക്ക് വേവ് താഴെ വരെ എത്തില്ല. അതുകൊണ്ട് തന്നെ ആ എക്സ്പ്ലോഷൻ മനുഷ്യരെയും മറ്റു ജീവനുള്ള വസ്തുക്കളെയും നേരിട്ട് കാര്യമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഒരു വലിയ ഏരിയയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസിനെ മുഴുവനും തകരാറിലാക്കാൻ ഈ എക്സ്പ്ലോഷന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസിന് കഴിയും. അതായത് പവർ സ്റ്റേഷൻ, സബ്സ്റ്റേഷൻ, ട്രാൻസ്ഫോമേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ലൈൻ തുടങ്ങി സ്ട്രീറ്റ് ലൈറ്റും ട്രാഫിക് ലൈറ്റും വരെ തകരാറിലാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ്, മൊബൈൽ ടവേഴ്സ്, സാറ്റലൈറ്റ്, ബാങ്കിങ് സിസ്റ്റംസ്, ATM തുടങ്ങി എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും പ്രവർത്തനക്ഷമമല്ലാതാവും. ഇന്നത്തെ മിക്ക കാറുകളും ബൈക്കുകളും പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടു കൂടിയാണ്. മെട്രോ ട്രെയിൻസ്, എയർ ട്രാഫിക് കൺട്രോൾ എന്നിവയിലും ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന മിക്ക ഉപകരണങ്ങളിലും ഇലക്ട്രോണിക്സ് ഉണ്ട്. അവയൊക്കെ നിശ്ചലമാവും. ചുരുക്കി പറഞ്ഞാൽ കാര്യമായ ഒച്ചയും ബഹളവും ഇല്ലാതെ തന്നെ ഒരു രാജ്യത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കാനും നൂറ്റാണ്ടുകൾ പിറകിലേക്കാക്കാനും ഒരു EMPക്ക് കഴിയും. ഇത് വെറും ഫിക്ഷൻ അല്ല. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ശരിക്കും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തുമ്പോഴാണ് ഏറ്റവും ശക്തമായ EMP ഉണ്ടാകുന്നത്. കാരണം അവിടെയാണ് ഗാമ റേസിന് അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കൂടുതൽ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാനും കഴിയുന്നത്. മാത്രമല്ല ഭൂമിയുടെ സർഫസ് വരെ എത്തുമ്പോഴേക്കും ഈ പൾസ് വളരെ വലിയൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അതുമൂലം കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ അതിന് കഴിയും. നേരെ മറിച്ച് ഇതേ എക്സ്പ്ലോഷൻ ഭൂമിയുടെ സർഫസിൽ വെച്ച് നടന്നാൽ അതുമൂലവും EMP ഉണ്ടാവുമെങ്കിലും അത് അത്രയ്ക്ക് ശക്തമാവില്ല. തന്നെയുമല്ല ചെറിയൊരു ഏരിയയിൽ മാത്രമേ അനുഭവപ്പെടുള്ളൂ. അതുകൊണ്ട് EMP ഉണ്ടാക്കുകയാണ് പ്രൈമറി ലക്ഷ്യമെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ ചെയ്യണം. പക്ഷേ അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് EMP ഉണ്ടാക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകളെ ബാധിക്കും. അത് എല്ലാ രാജ്യങ്ങളുടെ സാറ്റലൈറ്റിനെയും ബാധിക്കും. ഇത്തരം ആയുധങ്ങൾ പണ്ട് പരീക്ഷിച്ചപ്പോഴൊക്കെ അത് സാറ്റലൈറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരീക്ഷണങ്ങൾ നടത്തിയ കാലഘട്ടത്തിൽ വിരലിൽ എണ്ണാവുന്ന സാറ്റലൈറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് അത് ചെയ്യുന്നത് എങ്കിൽ മിക്ക ലോക രാജ്യങ്ങളുടെയും സാറ്റലൈറ്റുകളും ബാധിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇന്റർനാഷണലി പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ആയുധങ്ങൾ ആരും ഇനി ഉപയോഗിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരു ന്യൂക്ലിയർ റിയാക്ഷനിൽ നിന്നും പുറത്തു വരുന്ന ഊർജത്തിന്റെ അളവ് E=mc² എന്ന ഫോർമുല അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഇത്തരം റിയാക്ഷനിൽ ചെറിയ അളവിൽ മാസ് എനർജിയായി മാറുന്നുണ്ട്. ആ ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹിരോഷിമയിൽ പൊട്ടിച്ച ആറ്റം ബോംബിൽ 64 കിലോഗ്രാം യുറാനിയം ഉപയോഗിച്ചിരുന്നെങ്കിലും അതിൽ കഷ്ടി 1 കിലോഗ്രാം യുറാനിയത്തിൽ മാത്രമേ ഫിഷൻ സംഭവിച്ചുള്ളൂ. ബാക്കിയുള്ള യുറാനിയം മുഴുവനും ചെതറിപ്പോവാണ് ഉണ്ടായത്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ആ 1 കിലോഗ്രാം യുറാനിയത്തിൽ ഫിഷൻ സംഭവിക്കുമ്പോഴും വെറും 0.7 ഗ്രാം മാസാണ് ഊർജമായിട്ട് മാറിയത്. കാരണം ഒരു യുറാനിയം ന്യൂക്ലിയസിന് ഫിഷൻ സംഭവിക്കുമ്പോൾ ബേരിയം, ക്രിപ്റ്റോൺ എന്നിങ്ങനെ 2 ഫിഷൻ പ്രോഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ആ പ്രോഡക്ട്സിനും മാസ് ഉണ്ട്. റിയാക്ഷന് മുമ്പുള്ള യുറാനിയത്തിന്റെ മാസിനേക്കാൾ ഒരല്പം കുറവാണ് റിയാക്ഷന് ശേഷമുള്ള പ്രോഡക്ട്സിന്റെ കമ്പൈൻഡ് മാസ്. ആ ചെറിയ വ്യത്യാസമാണ് ഊർജമായിട്ട് മാറുന്നത്. അല്ലാതെ ഫിഷൻ നടക്കുന്ന യുറാനിയത്തിന്റെ മുഴുവൻ മാസും എനർജി ആയിട്ട് മാറുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ഫ്യൂവലായി ഉപയോഗിക്കുന്ന യുറാനിയത്തിന്റെ മാസിന്റെ 0.09% മാസാണ് ഊർജമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ കാര്യം എടുത്താൽ 4 ഹൈഡ്രജൻ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നുണ്ട്. 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകളുടെ മാസിനേക്കാൾ ഒരല്പം കുറവാണ് ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ്. ആ ചെറിയ വ്യത്യാസമാണ് ഊർജമായിട്ട് മാറുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഫ്യൂവലായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ മാസിന്റെ 0.7% മാസാണ് ഊർജമായിട്ട് മാറുന്നത്. അതായത് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവലിന്റെ മാസിന്റെ 99% കൂടുതലും റിയാക്ഷൻ പ്രോഡക്ട്സ് ആയിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. അതിന് ചെറിയൊരു അംശം മാത്രമേ ഊർജമായിട്ട് മാറുന്നുള്ളൂ. എന്നാൽ ഇത്തരം റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവലിന്റെ മാസ് 100% ഊർജമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? അങ്ങനെ വന്നാൽ വളരെ ചെറിയ അളവിലുള്ള ഇന്ധനം ഉപയോഗിച്ച് വളരെ വലിയ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയും. അവിടെയാണ് മാറ്റർ ആൻറ്റി മാറ്റർ റിയാക്ഷൻ്റെ പ്രസക്തി വരുന്നത്. എന്താണ് ആൻറ്റി മാറ്റർ എന്ന് ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം,
ഒരു മാറ്റർ ആൻറ്റി മാറ്റർ റിയാക്ഷനിൽ മാസ് പൂർണ്ണമായും എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മാറ്ററും ആൻറ്റി മാറ്ററും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന് അനിഹീലിയേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് അവ പരസ്പരം ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരം റിയാക്ഷനിൽ മാറ്ററോ ആൻറ്റി മാറ്ററോ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവശേഷിക്കില്ല, ഊർജം മാത്രമേ അവശേഷിക്കൂ. അതായത് മാറ്റർ അഥവാ ദ്രവ്യം പൂർണ്ണമായും ഊർജമായി മാറുന്ന റിയാക്ഷനാണ് മാറ്റർ ആൻറ്റി മാറ്റർ റിയാക്ഷൻ. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കിട്ടാവുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് മാറ്റർ ആൻറ്റി മാറ്റർ റിയാക്ഷൻ, അതായത് 100% എഫിഷ്യൻസി. അങ്ങനെ വരുമ്പോൾ ഹിരോഷിമയിൽ സംഭവിച്ച പോലെയുള്ള ഒരു സ്ഫോടനം നടത്താൻ 1 ഗ്രാം ആൻറ്റിമാറ്റർ പോലും വേണ്ടി വരില്ല. 1 കിലോഗ്രാം ആൻറ്റിമാറ്റർ ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇന്ന് വരെ പൊട്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബായ സാർ ബോംബയുടെ അത്രയ്ക്ക് ഊർജ്ജം കിട്ടും. ഈ ഒരു റിയാക്ഷൻ ഉപയോഗിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൻറ്റിമാറ്റർ എന്നത് അത്യന്തം റെയർ ആയിട്ടുള്ളൊരു വസ്തുവാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വില കൂടുതലുള്ള വസ്തു ആൻറ്റിമാറ്ററാണ്. 1 ഗ്രാം ആൻറ്റിമാറ്റർ ഉണ്ടാക്കണമെങ്കിൽ തന്നെ കോടാനുകോടി ഡോളേഴ്സിന്റെ ചെലവുണ്ട്. മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ച ആൻറ്റിമാറ്ററിന്റെ മൊത്തം അളവ് കണക്കാക്കിയാൽ ഒരു ചായ തിളപ്പിക്കാൻ കൂടി അത് തികയില്ല. ഇനി ആൻറ്റിമാറ്റർ ഉണ്ടാക്കിയാൽ തന്നെ മാറ്ററുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതെ സൂക്ഷിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിലൊന്നും ആരും ഒരു ആൻറ്റിമാറ്റർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് ഉണ്ടാക്കാനുള്ള പ്രാപ്തി നമുക്ക് ആവുമ്പോഴേക്കും മനുഷ്യന്റെ യുദ്ധവെറി അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ സീരീസ് വഴി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.